എ എം ബി നമ്മൾ ചെയ്യണത് കാണിക്കാന്ന് പറഞ്ഞു അല്ലേ? എ എം ബി ചെയ്ത് കാണിക്കുന്നത് നെക്സ്റ്റ് ക്ലാസ് പഠിപ്പിക്കാം. നമുക്ക് എ എം ബി കഴിഞ്ഞിട്ടുള്ള പോർഷനിലേക്ക് വരാം. എ എം ബി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ. ഞാൻ എ എം ബി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു പേജിനടുത്ത് എ എം ബി ചെയ്ത് കാണിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ HTML പേജൊക്കെ നോക്കണം. എ എം ബി ആക്കാനുള്ള പേജസ്. റാഹയുടെ പേജ് നമുക്ക് എ എം ബി ആക്കാൻ പറ്റുമോ? മൊബൈൽ ഫ്രണ്ട്ലി ആണല്ലോ. എ എം ബി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? റാഹ ആയുർവേദം എന്നുള്ള ഈ വെബ്സൈറ്റിന്റെ പേജിനെ എ എം ബി ആക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? റാഹയുടെ പേജ് മൊബൈൽ ഫ്രണ്ട്ലി ആണ്. പിന്നെ നോക്കേണ്ടത് റാഹയുടെ CSSന്റെ സൈസ് ഇല്ലേ? അതെങ്ങനെ നമ്മൾ നോക്കാം? ആദ്യം റാഹ ആയുർവേദക്കകത്ത് /cpan അടിക്കാം. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല, ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഒരു സെക്കൻഡ്, സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്ക്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. എൻറ്റയർ സ്ക്രീൻ. നേരത്തെ 28 പേര് ഉണ്ടായിരുന്നു, ഇപ്പോൾ 22 പേരായി. ഓക്കെ, ഇപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ റാഹയുടെ വെബ്സൈറ്റിനകത്താണ് ഉള്ളത് കേട്ടോ. ഇവിടെ നമ്മൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഹയുടെ വെബ് പേജിനെ എ എം ബി ആക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. റാഹയുടെ പേജിനെ എ എം ബി ആക്കാൻ പറ്റുമോ എന്ന് നമുക്ക് എങ്ങനെ നോക്കാം? ആദ്യം റാഹയുടെ അസറ്റിനകത്ത് പോയി CSSന്റെ ഫോൾഡർ എടുത്തിട്ട് ഇതിനകത്ത് style.css എന്ന് പറഞ്ഞൊരു ഫയലാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇതിന്റെ സൈസ് കണ്ടോ? 590 KB ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റാഹയുടെ പേജിനെ എ എം ബി ആക്കുക എന്നുള്ളത് സാധ്യമായ ഒരു കാര്യം അല്ല. റാഹയുടെ പേജിനെ നമ്മൾ എ എം ബി ആക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് എത്ര സൈസ് വേണം? എത്ര സൈസിനുള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ എ എം ബി ആക്കാൻ പറ്റുള്ളൂ? 75 KB മാത്രമാണെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ 590 KB കിടക്കുന്ന ഒരു സ്റ്റൈലാണ് റാഹയുടെ. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിൽ നമുക്ക് റാഹയുടെ സ്റ്റൈലിൻ്റെ ഒന്ന് എഡിറ്റ് കൊടുത്തിട്ട് എന്താണ് ഇങ്ങനെ നടക്കണം? അതിനകത്ത് ഒരുപാട് എററുണ്ട് കേട്ടോ, ഒരുപാട് എറർ. നമുക്ക് എൻ്റെ സ്ക്രിപ്റ്റിനെ നമ്മൾ കോപ്പി ചെയ്തെടുത്തിട്ട് സ്റ്റൈൽ CSSനെ നമ്മൾ എടുത്തത്. അതെ, സ്റ്റൈൽ CSSന്റെ സ്ക്രിപ്റ്റ് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ എടുത്ത് CSS കംപ്രസ് എന്ന് അടിച്ചു നോക്കാം. നമുക്ക് കംപ്രസ് ചെയ്ത സൈസ് നോക്കാം. CSS കംപ്രസർ എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 590 ഉള്ള ഒരു സൈസുള്ള 590 KB ഉള്ള CSS കോഡാണ് റാഹയുടേത്. അതുകൊണ്ട് നമുക്ക് എ എം ബി ആക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മൾ റാഹയുടെ CSS കോഡ് മൊത്തം കോപ്പി ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് കംപ്രസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒരിക്കലും 590 ഉള്ള CSS കംപ്രസ് ചെയ്ത് 75 KB താഴെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവിടെ ഔട്ട്പുട്ട് നോക്കിയേ, 6047 എന്നാണ്. എത്രയായി നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഈ സ്ക്രിപ്റ്റിനെ മൊത്തം ഒരിക്കൽ കൂടെ കോപ്പി ചെയ്തിട്ട് ഒരു നോട്ട് പാഡ് എടുത്ത് എടുത്തിട്ട് കംപ്രസ് ചെയ്ത CSS നമുക്ക് ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? CSS1 എന്ന് കൊടുക്കാം. CSSന്റെ ഫയൽ എക്സ്റ്റൻഷൻ എങ്ങനെയാണ്? സ്റ്റൈൽ ഉണ്ടെന്ന് കൊടുക്കാം കേട്ടോ. CSS ഒന്നല്ല, style1.css എന്ന് കൊടുത്തിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ആയിട്ട് ചെയ്തിട്ട് കാര്യം എന്താണ്? ആക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഇത് എവിടെയാണ് സേവ് ചെയ്യുന്നത്?
ഡൗൺലോഡ്സിനകത്ത് സേവ് ചെയ്യാം. style1.css എന്ന് സേവ് ചെയ്യാം. എന്നിട്ട് സേവ് കൊടുക്കാം. നമുക്ക് എന്താ ചെയ്യണമെന്ന് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ അതിനെ അപ്ലോഡ് ചെയ്യാം. എത്ര സൈസ് ഉണ്ടെന്ന് നോക്കണം, അത് വെച്ച് വർക്ക് ആവുമെന്ന് നോക്കണം. അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ കംപ്രസ് ചെയ്താണ് എടുത്തത്. സെലക്ട് ഫയൽ കൊടുത്ത് style1 എടുത്ത് ഓപ്പൺ കൊടുത്തു. അപ്പം style1 അപ്ലോഡായി. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ റീലോഡ് ആകുമ്പോൾ style1ന്റെ സൈസും 589 ആണ്. അതായത് 590 ഉണ്ടായിരുന്ന ഫയൽ നമ്മൾ കംപ്രസ് ചെയ്തപ്പോൾ 589 ഇത്ര കിട്ടിയാൽ പോരല്ലോ. എന്താണ് കംപ്രസ്ഡ് ജാവാസ്ക്രിപ്റ്റ് എന്നാണ്. കംപ്രസ് ചെയ്തിട്ടുള്ള ഫയലിന് നല്ല സൈസ് ഉണ്ടാവും. കോപ്പി ചെയ്തിട്ട് ഇപ്പം ഭയങ്കര സൈസിലാണ് വരുന്നത്, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. style1.css റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വലിയ വ്യത്യാസമൊന്നും പറഞ്ഞില്ല. എഡിറ്റ് കൊടുത്തിട്ട് പേസ്റ്റ് കൊടുക്കും. ശരി, മൊത്തം എററാണ്. റീലോഡ് ചെയ്ത് നോക്കാം. 589 500 KB കഴിഞ്ഞാൽ പോലും കുറഞ്ഞാൽ പോലും അത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം 89 KB പോലും വർക്ക് ചെയ്യില്ല. 75 KB താഴെ കൊണ്ടുവന്നാലേ CSS നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ടൊന്നും നമുക്ക് ഒരു കാര്യം നടക്കില്ല. അപ്പോൾ നമുക്ക് റാഹ ആയുർവേദം എന്നുള്ള വെബ്സൈറ്റിനെ AMP ആക്കുക എന്നുള്ളത് സാധിക്കാനേ പോണില്ല, അല്ലേ? ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഹ ആയുർവേദയുടെ വെബ്സൈറ്റിനകത്തുള്ള ഒരു പേജിനെ നമുക്ക് AMP ആക്കാൻ പറ്റില്ല. അഥവാ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ HTML പേജോ ടെംപ്ലേറ്റ് ആയിട്ടോ ഇതിനെ സേവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യും? റാഹ ആയുർവേദയുടെ വെബ്സൈറ്റ് പേജിനകത്തുള്ള ഏതെങ്കിലും ഒരു പേജ് ഓപ്പൺ ആക്കി വെക്കാം. എന്നിട്ട് 0 കൊടുക്കാം. ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റിനകത്തുള്ള ഏതെങ്കിലും ഒരു പേജ് എടുത്തിട്ട് നമുക്ക് അതിനെ സെപ്പറേറ്റ് ഒരു HTML പേജ് ആക്കി നോക്കാം. ഇതൊക്കെ സിമ്പിൾ പേജസ് ആണ്, വെരി സിമ്പിൾ പേജസ് ആണ്. ട്രീറ്റ്മെൻറ്റിനകത്തുള്ള പേജസ് ഒക്കെ വെരി സിമ്പിൾ പേജസ് ആണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പേജ് AMP ആക്കാൻ പറ്റേണ്ടതാണ് ശരിക്കും. ഇതിനൊരു PHP പേജ് ആയതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും ഇതിൻ്റെ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്ത് ഒരു പുതിയ പേജായിട്ട് ഇതിനെ സേവ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് മൊത്തം കോപ്പി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോട്ട് പാഡിനകത്ത് ആഡ് ചെയ്ത് ഇതിനൊരു സ്ക്രിപ്റ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യും. അപ്പോൾ അവിടെയും CSSൻ്റെ പ്രോബ്ലം ഉണ്ടാവും, അല്ലേ? പേസ്റ്റ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് സേവ് ചെയ്തിട്ട് എന്തെടുക്കാം, ആർത്രൈറ്റിസ് കൊടുക്കാം. arthritis.html എന്ന് കൊടുക്കാം. എന്നിട്ട് ഓൾ ഫയൽസ് കൊടുക്കാം. എന്നിട്ട് എവിടെ സേവ് ചെയ്യാം? ഡൗൺലോഡ്സിനകത്ത് സേവ് ചെയ്യാം. arthritis.html എന്ന് പറഞ്ഞ് പുതിയ പേജായിട്ട് സേവ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം, ഇതിൻ്റെ റൂട്ട് ഡയറക്ടറിക്കകത്തോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമുക്ക് എന്ത് ചെയ്യണം, റൂട്ട് ഡയറക്ടറിക്കകത്ത് വർക്കാവില്ല. എവിടെ ഇടണം? നമുക്ക് റൂട്ട് ഡയറക്ടറിക്കകത്ത് നമുക്ക് ഏതെങ്കിലും ഫയൽ അപ്ലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല. index.php കിടപ്പുണ്ട്. November 2 പേജ് വർക്കാവില്ല. അപ്പോൾ ആപ്ലിക്കേഷനകത്ത് വന്ന്
കോർഡിനേറ്റർ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇന്റർനെറ്റ് എഴുതാൻ പറ്റില്ല. ഇതിനകത്ത് അപ്പം AMP പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആപ്ലിക്കേഷനകത്ത് വ്യൂസിനകത്താണ് നമ്മൾ അതിന്റെ ഫയൽസ് കിടക്കുക. ഇതാണ് എൻ്റെ ഫയൽസ്. അപ്പോൾ നടക്കത്തില്ല. കാരണം ഇത് കോർഡിനേറ്ററും അല്ല HTML അല്ലാത്ത ഒരു ടൈപ്പ് ഡെവലപ്മെന്റ് ആണ് ഇതിനകത്ത് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു HTML പേജ് നമുക്ക് സേവ് ആസ് ചെയ്ത് ഇതിനകത്തുകൊണ്ടൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വർക്ക് ആവണമെന്നില്ല. കാരണം ഇത് പല മെക്കാനിസം അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഈ പേജസ് വർക്ക് ചെയ്യുക. ഇതിനകത്ത് ഇൻഡെക്സ് പേജൊക്കെ ഞാൻ ആഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ ഒരു ഇൻഡെക്സ് പേജ് ആഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് വർക്ക് ആയിട്ടില്ല. അപ്പം ഇൻഡെക്സ് പേജ് വർക്ക് ആയിട്ടില്ല. വർക്ക് ആവില്ല. അപ്പം ഇതിനകത്ത് നടക്കുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു AMP പേജ് ഉണ്ടാക്കുന്നത് സാധ്യമല്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ SEO കൊച്ചിയുടെ തന്നെ ഒരു AMP പേജിനെ നമുക്ക് ഒരു AMP പേജ് ആക്കി ഒരു HTML പേജിനെ എടുത്തിട്ട് AMP പേജ് ആക്കണം നമുക്ക് പഠിക്കാം നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ. ഇന്ന് നമുക്ക് തൽക്കാലം റാഹയുടെ പേജിനെ വീണ്ടും നമ്മൾ ഊറാങ്കിനകത്തുള്ള AMP കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ എന്താണെന്ന് നോക്കാം. AMP കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ എന്താണെന്ന് നോക്കാം. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ AMP ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതിന് കാരണം ഒരു HTML പേജൊക്കെ നമുക്ക് സെറ്റാക്കി വെക്കേണ്ടതുണ്ട്. അതിനെയാണ് നമ്മൾ AMP ആക്കി കാണിക്കുക. AMP കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് സ്ട്രക്ചേർഡ് ഡേറ്റ എന്നുള്ള സംഭവം. എന്താണ് സ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് SEO പ്രാക്ടീസ്. അവിടെ സ്ട്രക്ചേർഡ് ഡേറ്റയ്ക്കകത്ത് ആദ്യം നമ്മൾ schema.org എന്ന് പറയുന്ന സ്ട്രക്ചേർഡ് ഡേറ്റ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്ട്രക്ചേർഡ് ഡേറ്റയ്ക്കകത്ത് ഒരു പേജിനെ schema.org ഉപയോഗിച്ച്, അതായത് schema.org-നകത്ത് വരുന്ന നിയമാവലികളെ പാലിക്കുന്ന ഒരു സെപ്പറേറ്റ് മാർക്കപ്പ് നമ്മൾ പേജിനകത്ത് എഴുതി കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ പേജിനെ ഗൂഗിളിന് മനസ്സിലാക്കാനുള്ള കുറേ സംഗതികൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മുടെ പേജിന് ബ്രെഡ് ക്രംസ് പോലുള്ള സംഗതികൾ സ്ട്രക്ചേർഡ് ഡേറ്റ ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് പേജ് കുറച്ചുകൂടെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് SEO പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പേജ് കുറച്ചുകൂടെ ബെറ്റർ ആയി എടുക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തേത്, നമ്മളെ പേജിനെ സ്ട്രക്ചേർഡ് ഡേറ്റ ആഡ് ചെയ്യുന്നത് വഴി നമ്മളെ ഡേറ്റകളെ കൃത്യമായിട്ട് തരംതിരിച്ച് മനസ്സിലാക്കാനും ഡേറ്റ അനുസരിച്ച് നമ്മളെ റാങ്കിങ് ഒക്കെ മെച്ചപ്പെടുത്താനുള്ള ഒരു ഉപയോഗം നമുക്ക് നടത്താൻ പറ്റും സ്ട്രക്ചേർഡ് ഡേറ്റ ആഡ് ചെയ്യുന്നത് വഴി. ഇത് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് കോഡുകളാണ്. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് കോഡുകൾ പഠിക്കാതെ തന്നെ നമുക്ക് ഒരു പേജിന്റെ സ്ട്രക്ചേർഡ് ഡേറ്റ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ടൂൾസ് അവൈലബിൾ ആണ്. ഓൺലൈൻ ടൂൾസ് അവൈലബിൾ ആണ്. അതിന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൂൾസ് ആണ് സ്മോൾ SEO ടൂൾസിനകത്തല്ല, technicalseo.com എന്നുള്ള വെബ്സൈറ്റിനകത്തുള്ള technicalseo.com-നകത്തുള്ള ഒരു സ്കീമ മാർക്കപ്പ് ജനറേറ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സ്കീമ മാർക്കപ്പ് ജനറേറ്റർ നമ്മൾ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ technicalseo.com എന്നുള്ള വെബ്സൈറ്റിനകത്തുള്ള സ്ട്രക്ചർ ഡേറ്റ മാർക്കപ്പ് എഴുതാനുള്ള ഒരു ടൂൾ നമുക്ക് കിട്ടും. ഇതാണ് ആ ടൂൾ. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് technicalseo.com എന്നുള്ള വെബ്സൈറ്റിനകത്തുള്ള ടൂൾസിൽ സ്കീമ മാർക്കപ്പ് ജനറേറ്റ് ചെയ്യുന്ന ടൂളാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് സ്ട്രക്ചർ ഡേറ്റ മാർക്കപ്പ് ചെയ്യാൻ സാധിക്കും. എന്താണ് സ്ട്രക്ചർ ഡേറ്റ മാർക്കപ്പ് അഥവാ സ്കീമ മാർക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിനകത്ത് നമ്മളെ ഡേറ്റകളെ സ്ട്രക്ചേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളുടെ അതിനുവേണ്ടി പ്രത്യേക മാർക്കപ്പ് എഴുതിക്കൊണ്ട് നമ്മളുടെ പേജിനകത്തുള്ള ഡേറ്റകളെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിളിന് മനസ്സിലാക്കാൻ പാകത്തിന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മളെ പേജിന് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ മുമ്പിലേക്ക് നമ്മളെ പേജുകളെ റാങ്ക് ചെയ്യിക്കാനും നമ്മളെ ഡേറ്റ അനുസരിച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള ലിസ്റ്റിങ്ങിനും ഇംപ്രൂവ്മെന്റ്സിനും നമ്മളെ പേജിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പ്രാപ്തമായി മാറും എന്നുള്ളതാണ് സ്ട്രക്ചർ ഡേറ്റ മാർക്കപ്പിന്റെ പ്രത്യേകത. അപ്പോൾ നമ്മളിവിടെ technicalseo.com എന്ന വെബ്സൈറ്റിനകത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള സ്ട്രക്ചർ ഡേറ്റ മാർക്കപ്പ് എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നോക്കിയേ, ആർട്ടിക്കിൾസ് എഴുതാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കണ്ടോ, ആർട്ടിക്കിൾസ്. എന്താണ് ആർട്ടിക്കിൾസ് എഴുതാനുള്ള ഓപ്ഷനകത്ത് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് ഒരു ആർട്ടിക്കിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ആർട്ടിക്കിളോ ബ്ലോഗ് പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക്
ആ ആർട്ടിക്കിൾ വൈസ് അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ആർട്ടിക്കിൾ ടൈപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ആർട്ടിക്കിൾ എന്ത് ആർട്ടിക്കിളാണ്, സാധാരണ ആർട്ടിക്കിളാണ്, ന്യൂസ് ആർട്ടിക്കിളാണ്, ബ്ലോഗ് പോസ്റ്റ് ആണോ എന്നൊക്കെ നമുക്ക് തരംതിരിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ തരംതിരിച്ച് കൊടുക്കുമ്പം അതിനനുസരിച്ചുള്ള രീതിയിൽ സ്ക്രിപ്റ്റ്, ഇവിടെ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് ഉണ്ടാകും. ഈ ജാവാസ്ക്രിപ്റ്റ് കോഡ് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. കണ്ടോ, ഇവിടെ നമ്മൾ ബ്ലോഗ് പോസ്റ്റിംഗ് എന്ന് കൊടുത്തത്, അപ്പോൾ ഇവിടെ ടൈപ്പ് ബ്ലോഗ് പോസ്റ്റിംഗ് ആയി മാറും. തൊട്ട് താഴെ നമുക്ക് എന്താ ഒരു URL കൊടുക്കണം. അപ്പം ഏതാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന URL എന്ന് നോക്കണം. റാഹയ്ക്കകത്തുള്ള അല്ലെങ്കിൽ ഒരു ബ്ലോഗിനെയാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണമെന്ന് വിചാരിച്ചു. റാഹയുടെ ബ്ലോഗ് എടുത്തിട്ട് ആയുർവേദിക് ഫോർ, അപ്പോൾ ഈ ആർട്ടിക്കിളാണ് നമ്മൾ എഴുതുന്നത് വെച്ചോ. അപ്പോൾ അതിൻ്റെ URL കോപ്പി ചെയ്തെടുക്കാം. ഇതെന്ത് ചെയ്യണം, നമ്മളിവിടെ ബ്ലോഗ് പോസ്റ്റിംഗ് ആണ്, ഇതിൻ്റെ URL കൊടുക്കും. അപ്പോൾ ഇവിടെ ID = എന്ന് പറഞ്ഞാൽ എൻ്റെ URL കാണിക്കും. തൊട്ട് താഴെ നമുക്ക് ഹെഡ്ലൈൻ കൊടുക്കും. അപ്പോൾ നമ്മൾ ഏത് ബ്ലോഗ് പോസ്റ്റിനെയാണോ സ്കീമ മാർക്കപ്പ് ചെയ്യേണ്ടത് ആ ബ്ലോഗ് പോസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ URL കൊടുക്കണം, അതിൻ്റെ ഹെഡിങ് കോപ്പി ചെയ്ത് കൊടുക്കണം. ബ്ലോഗിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നതിൻ്റെ ഹെഡിങ് നമ്മളിവിടെ കൊടുത്തു. ഇനി ഇവിടെ ഇമേജിൻ്റെ URL. അപ്പോൾ നമ്മളിവിടെ ഓരോ ഇൻപുട്ട് കൊടുക്കുമ്പോഴും നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡ് കസ്റ്റമൈസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇമേജ്, ഇതിനകത്തുള്ളത് ഏത് ഇമേജാണ് നമുക്ക് കൊടുക്കേണ്ടത് ആ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം. ഉദാഹരണത്തിന് ഈ ഇമേജാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് കോപ്പി ഇമേജ് അഡ്രസ് കൊടുക്കുന്നു. നമുക്കിവിടെ ഇമേജിൻ്റെ URL കൊടുക്കും. അപ്പോൾ നമ്മൾ ബ്ലോഗ് ഇപ്പോൾ എന്ത് ടൈപ്പാണ് ആർട്ടിക്കിളിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളിനനുസരിച്ചുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഇവിടെ ബ്ലോഗ് പോസ്റ്റ് ആണോ ആർട്ടിക്കിൾ പോസ്റ്റ് ആണോ ന്യൂസ് ആർട്ടിക്കിൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബ്ലോഗ് പോസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു, ബ്ലോഗിൻ്റെ URL പേസ്റ്റ് ചെയ്തു, ഹെഡ്ലൈൻ കോപ്പി പേസ്റ്റ് ചെയ്തു, ഇമേജിൻ്റെ URL പേസ്റ്റ് ചെയ്തു. ഇനി അടുത്ത് ഇമേജിനെ പറ്റി എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇമേജിനെ പറ്റിയുള്ള ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇമേജിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഈ ടൈറ്റിൽ തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഉണ്ടാവും. ഇവിടെ നമ്മൾ എന്താണ് ഇമേജിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് അവിടെ വന്നോളും. തൊട്ട് താഴെ ഇമേജിൻ്റെ ഓതറിൻ്റെ ടൈപ്പ് കാണിക്കുന്നിടത്ത് നമ്മൾ ഒരു വ്യക്തി പബ്ലിഷ് ചെയ്യുന്ന പോസ്റ്റ് ആണോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പബ്ലിഷ് ചെയ്യുന്നതാണോ കൊടുത്തിട്ട് ഓർഗനൈസേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓതറിൻ്റെ നെയിം കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആർട്ടിക്കിൾ എഴുതിക്കുന്ന ഓതറിൻ്റെ നെയിം നമുക്ക് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നതിനകത്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആരുടെ ഓതർഷിപ്പിലാണ്. ഇതല്ല പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ദേവിക. അപ്പോൾ ദേവിക എന്നുള്ള ആളാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദേവികയുടെ നെയിം നമുക്കവിടെ കോപ്പി ചെയ്തിട്ട് ദേവിക, അവിടെ ദേവികയ്ക്ക് വേണ്ടി ഒരു URL ഉണ്ടാവും. ആ URL നമുക്ക് എവിടെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ദേവികയുടെ ഒരു URL കിട്ടേണ്ടതാണ്. നോക്കാം, ദേവികയുടെ URL ആക്റ്റീവായിട്ട് അവിടെ URL കാണിക്കുന്നില്ല. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ബ്ലോഗ് ഓതറിൻ്റെ സൈറ്റ് മാപ്പ് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓരോ ഓതറിൻ്റെയും URL കിട്ടുന്നുണ്ടോ. ദേവികയുടെ URL കിട്ടില്ല. ഇതാണ് ദേവികയുടെ URL. അപ്പോൾ നമ്മൾ സൈറ്റ് മാപ്പിനകത്ത് അതുണ്ടാകും. ദേവികയുടെ URL കോപ്പി ചെയ്തെടുത്തു, പേസ്റ്റ് ചെയ്തു. കണ്ടോ, ദേവികയുടെ URLൻ്റെ പ്രത്യേകത, ദേവികയുടെ URL അടിച്ചു കഴിഞ്ഞാൽ ദേവികയുടെ ഓതർഷിപ്പ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന എല്ലാ പോസ്റ്റുകളും അവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ദേവി പബ്ലിഷ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളായിരിക്കും. ദേവി പബ്ലിഷ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളാണ് ഇതെല്ലാം ദേവി പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഓരോ ഓതറിനും ഓരോ URL ഉണ്ടാകും. അപ്പോൾ ആ URL ആണ് നമ്മളിപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്തത്. കോപ്പി ചെയ്ത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു, ഓതറിൻ്റെ URL കൊടുക്കുന്നിടത്ത് പേസ്റ്റ് ചെയ്തു. തൊട്ട് താഴെ പബ്ലിഷർ ആരാണ്, റാഹ. ഇനി പബ്ലിഷർ ലോഗോ. അപ്പോൾ നമ്മൾ റാഹയുടെ ലോഗോയുടെ URL ആണ് അവിടെ പേസ്റ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് റാഹയുടെ വെബ്സൈറ്റിനകത്തിട്ട് ഒരിക്കൽ കൂടെ പോയിട്ട് അവിടെ നിന്ന് URL കോപ്പി, അതിൻ്റെ ലോഗോയുടെ URL കോപ്പി പേസ്റ്റ്, കോപ്പി ഇമേജ് അഡ്രസ്. ലോഗോയുടെ URL ആണെങ്കിൽ അവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇമേജിനെ ഓപ്പൺ ആക്കി നോക്കാം. കോപ്പി ചെയ്തിട്ട് ഓപ്പൺ ആക്കി, ഇതാണ് ലോഗോയുടെ URL. കോപ്പി ചെയ്തെടുക്കുന്നു. നമുക്ക് ലോഗോയുടെ URL ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. പബ്ലിഷർ ലോഗോ ഉണ്ടോ, പേസ്റ്റ് കൊടുക്കുക. ഇനി ഡേറ്റ് പബ്ലിഷ്ഡ് കാണിക്കുന്നുണ്ടാവും. ഡേറ്റ് പബ്ലിഷ്ഡ് കാണിക്കുന്നതിനകത്ത് എന്ത് ചെയ്യണം, എന്നാണ് ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തേക്കുന്നത് എന്നാണ് ചോദിച്ചത്.
നമ്മൾ എന്ത് ചെയ്യണം? ഈ ആർട്ടിക്കിൾ ആണല്ലോ, ഈ ആർട്ടിക്കിൾ എടുക്കുമ്പോൾ ഡേറ്റ്, അത് പബ്ലിഷ്ഡ് ഡേറ്റ് ഇവിടെ കാണാൻ പറ്റും. ഏറ്റവും താഴെ പോയാൽ എന്താണ്? ഒക്ടോബർ 10, 2023 പബ്ലിഷ് ചെയ്തത്. അപ്പോൾ നമ്മൾ പോയിട്ട് ഡിസംബറിലാണ് ഉള്ളത്, നമ്മൾ ഒക്ടോബറിലോട്ട് പോകും. ഒക്ടോബർ 23 പറഞ്ഞേ? അല്ല, ഒക്ടോബർ 10 അയ്യോ അയ്യോ, ഒക്ടോബർ 10 ഇത് മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മോഡിഫിക്കേഷൻ കൊടുക്കാം. ഉദാഹരണത്തിന് മോഡിഫൈ ചെയ്തിട്ട് ആയിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഈ ബ്ലോഗ് ആണല്ലോ, ഒക്ടോബർ 10. ഇതിന്റെ സോഴ്സ് എടുത്തിട്ട് ഇതിന്റെ ലാസ്റ്റ് മോഡിഫൈഡ്, ഒന്നുകിൽ സോഴ്സ് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ നമ്മുടെ സൈറ്റ് മാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. സൈറ്റ് മാപ്പിനകത്ത് സൈറ്റ് മാപ്പ് എങ്കിൽ സൈറ്റ് മാപ്പ് ബ്ലോഗിന്റെ സൈറ്റ് മാപ്പ് എടുത്ത് നോക്കി, സൈറ്റ് മാപ്പിനകത്ത് എന്തുണ്ടാവും? പോസ്റ്റ് ഉണ്ടാവും. പോസ്റ്റ് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ സൈറ്റ് മാപ്പിനകത്ത് പോസ്റ്റ് എടുത്ത് നോക്കിയതിന് ശേഷം ഇതിന്റെ ഏത് പോസ്റ്റാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്? ഈ പോസ്റ്റ്. അപ്പോൾ ആ പോസ്റ്റിന്റെ URL ഒന്ന് കോപ്പി ചെയ്തിട്ട് സൈറ്റ് മാപ്പിനകത്തോട്ട് എത്തുക, കൺട്രോൾ F കൊടുക്കുക, പേസ്റ്റ് കൊടുക്കുക. കണ്ടോ, ഇതാണ് ആ URL. അപ്പോൾ ആ URL-നകത്ത് 2 ഇമേജ് ഉണ്ടെന്നും ലാസ്റ്റ് മോഡിഫൈഡ് ഡേറ്റ് ഇതാണ് 10/10 തന്നെയാണ് ലാസ്റ്റ് മോഡിഫൈ. കണ്ടോ, 10/10 ശേഷം അത് മോഡിഫൈ ചെയ്തിട്ടില്ല. ലാസ്റ്റ് മോഡിഫൈഡ് ഡേറ്റ് നമ്മൾ നോക്കിയത്, അത് മോഡിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഡേറ്റ് നമുക്ക് മോഡിഫൈഡ് ഡേറ്റ് ആയിട്ട് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിസംബർ മാറ്റിയിട്ട് ഒക്ടോബർ ആക്കിയിട്ട് 10-ാം തീയതി കൊടുക്കണം. ഇത്രേ ഉള്ളൂ. ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ ബ്ലോഗ് പോസ്റ്റിനകത്ത് ഈ കോഡിനെ മൊത്തം സെലക്ട് ചെയ്യും. ഈ കോഡിനെ എന്ന് പറഞ്ഞാൽ ഈ കോഡ് മൊത്തം ഇവിടെ സെലക്ട് ചെയ്യണം. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഇവിടെ നിന്ന് കോപ്പി ചെയ്താൽ കോപ്പി, അല്ലെങ്കിൽ ഇത് മൊത്തം ക്ലിക്ക് ചെയ്തിട്ട് എന്താ മൊത്തം ഇവിടെ നിന്ന് ഇതേപോലെ കോപ്പി ചെയ്തെടുക്കണം. ഇത്രയും കോപ്പി ചെയ്തെടുക്കണം. സ്ക്രിപ്റ്റ് ഇത്രയും വരെ കോപ്പി ചെയ്തെടുക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ആ ബ്ലോഗ് പോസ്റ്റിനകത്ത് പോയി ആ ബ്ലോഗ് പോസ്റ്റിനകത്ത് ഹെഡിങ് ആയിട്ട് ഇത്രയും കോഡ് അതിന്റെ ഹെഡറിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലോഗ് പോസ്റ്റ് ഒരു ആർട്ടിക്കിൾ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ബ്ലോഗ് പോസ്റ്റുകളെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ഏതുപയോഗിച്ച്? സ്കീമ മാർക്കപ്പിന്റെ ജനറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ സ്കീമ മാർക്കപ്പ് ഉപയോഗിച്ച് നമ്മളൊരു ബ്ലോഗ് പോസ്റ്റിനെ ആർട്ടിക്കിൾ ഒപ്റ്റിമൈസേഷൻ നടത്തുന്നതാണ് നമ്മൾ പഠിച്ചത്. ഈ സ്ക്രിപ്റ്റിനെ നമുക്ക് ഇനി ബ്ലോഗ് പോസ്റ്റിനകത്ത് ഇൻസർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ബ്ലോഗ് പോസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ഗൂഗിളിനകത്ത് ആർട്ടിക്കിൾ രീതിയിൽ ഇൻഡെക്സ് ചെയ്ത് കൊടുക്കാനും അത് കൂടുതൽ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ടാവും. നമുക്ക് ഈ ബ്ലോഗ് പോസ്റ്റ് നമ്മൾ വെബ്സൈറ്റിനകത്ത് എങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. റാഹയുടെ ബ്ലോഗ് ഓപ്പൺ ആക്കിയിട്ട് rahayurveda.com/blog ഓപ്പൺ ആക്കിയിട്ട് wp-admin കൊടുത്തു. അത് വേർഡ്പ്രസ് ആണ്. അത് ലോഗിൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് കോഡ് ഇൻസർട്ട് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു യൂസർ നെയിം ബ്രഹ്മദാസ്, പാസ്വേഡ് എന്താണ്? കറക്റ്റായ മതി. ഓക്കെ. അയ്യോ, പാസ്വേഡ് മാറി. ലോഗിൻ. ഓക്കെ, റിമൈൻ മീ ലെറ്റർ. അപ്പോൾ നമ്മൾ റാഹയുടെ ബ്ലോഗിനകത്ത് ലോഗിൻ ചെയ്ത്, റാഹയുടെ ബ്ലോഗ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് വേർഡ്പ്രസിനകത്താണ്. അതിനകത്ത് ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ഇഷ്ടംപോലെ കമന്റ് ഒക്കെ നടത്തുന്നുണ്ട്. 103 കമന്റ്സ്, എല്ലാം സ്പാം കമന്റ്. അപ്പം സ്പാം കമന്റ്സിനെ നമ്മൾ ബൾക്ക് ആക്ഷൻ എടുത്തിട്ട് സ്പാം എല്ലാം സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് എടുക്കുക. അപ്പം കമന്റ്സ് സ്പാം ആയിട്ട് മാർക്ക് സ്പാം.
അങ്ങനെ എല്ലാം മാർക്ക് ചെയ്ത് കളയേണ്ടി വരും. നമ്മൾ ചെയ്യാൻ വന്നത് അതൊന്നും അല്ല. നമ്മൾ നേരെ വന്നിട്ട് നമ്മൾ പ്ലഗിൻസ് എടുത്തിട്ട് ഇതിനകത്ത് ആക്സിലേറ്റർ മൊബൈൽ പേജസ് ന്യൂ വേർഷൻ അവൈലബിൾ എന്നൊക്കെ കാണിക്കുന്നുണ്ടോ. അപ്പം ഇതിനകത്ത് എന്തോ കുറച്ച് വർക്കിംഗ് പേജ്. ഇതിനകത്ത് പ്ലഗിൻ വെച്ചിട്ടാണ് AMP ഒപ്റ്റിമൈസേഷൻ ചെയ്തിരിക്കുന്നത്. നല്ല AMP പേജ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആക്സിലേറ്റർ മൊബൈൽ പേജസ് ഇവിടെ പ്ലഗിൻ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വേർഡ് പ്രസ് ആയതുകൊണ്ട് നമുക്ക് ഒരു പണിയുമില്ല. AMP ഇനേബിൾ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ ഇതൊക്കെയാണ്. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും. വേർഡ് പ്രസിനകത്ത് ഉള്ള ഒരു വെബ്സൈറ്റിനകത്ത് ആക്സിലേറ്റഡ് മൊബൈൽ പേജസ് അഥവാ AMP മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു പണിയുള്ളതല്ല. AMP ചെയ്യാനുള്ള പ്ലഗിൻസ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ പ്ലഗിൻസ് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഗതി സ്മൂത്തായിട്ട് വർക്ക് ചെയ്ത് വയ്ക്കോളും. അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ AMP നന്നായിട്ട് വർക്ക് ചെയ്തോളും. നമ്മളിവിടെ ചെയ്യാൻ വന്നത് ഒരു പുതിയ പ്ലഗിൻ ആഡ് ചെയ്യാനാണ് വന്നത്. പുതിയ പ്ലഗിൻ ആഡ് ചെയ്യാൻ വന്നിടത്ത് മെറ്റാ ടാഗ് ഇൻസെർട്ടർ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തു നോക്കാം. മെറ്റാ ടാഗ് ടാഗ് ആഡ് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? യോസ്റ്റ് പ്ലഗിനൊക്കെ ആയിരിക്കും കാണിക്കുക. മെറ്റാ ടാഗ് മാനേജർ എന്നാണ് സംഭവം. അപ്പൊ നമുക്ക് ഇവിടെ മെറ്റാ ടാഗ് ഇൻസെർട്ടർ കൊടുത്ത് ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ. മെറ്റാ ടാഗ് മാനേജർ എന്നുള്ള സാധനം കിടപ്പുണ്ട്, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇതിൽ പ്രശ്നം വരുമെന്ന് അറിഞ്ഞില്ല. ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഇതിനകത്തുള്ള പോസ്റ്റുകളിൽ സ്കീമ മാർക്കപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെന്നും കൂടെ നോക്കാം. കാരണം ഇതിനകത്ത് തന്നെ സ്കീമ മാർക്കപ്പ് ചെയ്യാനുള്ള പോർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്താൽ മതി. സെപ്പറേറ്റ് കോഡ് ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യം. എഡിറ്റ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് വേർഡ്പ്രസിന്റെ ക്ലാസ് കിട്ടിയ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ വേർഡ്പ്രസിൽ യോസ്റ്റ് പ്ലഗിൻ ഉപയോഗിച്ച് ഒപ്റ്റിമൈസ് ചെയ്തൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുത്തത്. സ്കീമ മാർക്കപ്പ് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്കീമ മാർക്കപ്പിന്റെ ഓപ്ഷൻ ഉള്ളത് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും നോക്കാം. എന്താണ് കാണാത്തെ? ഇതിപ്പോഴും ലോഡിങ് ആണ്, ഡൗട്ട്. സ്കീമ മാർക്കപ്പ് ഇവിടെ കിടപ്പുണ്ട്. റീഡബിലിറ്റി SEO ഇത് കാണാത്തില്ല. പേജ് ബിൽഡർ ഈ സ്കീമ മാർക്കപ്പ് എന്താ വർക്ക് ചെയ്യാത്ത? ലാസ്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ 10. ഇതാണ് ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇവിടെ വർക്ക് ചെയ്യാത്തല്ലോ. അവിടെ റീലോഡ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ നെറ്റ് സ്പീഡ് കുറവാണെങ്കിൽ ഇഷ്യൂസ് വരാറുണ്ട്. അത് നമ്മൾ റീലോഡ് ചെയ്തിട്ട് നമുക്ക് സ്കീമ മാർക്കപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് യോസ്റ്റ് പ്ലഗിന്റെ പോർഷൻ വർക്ക് ആവാത്തത്? അപ്പൊ എനിക്ക് തന്നെ പ്ലഗിന്റെ അവിടെ പോയി യോസ്റ്റ് പ്ലഗിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്ഡേറ്റ് ആവാത്തതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാതിരുന്നത്. അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. യോസ്റ്റ് പ്ലഗിനും കൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യണം. പ്ലഗിൻ simple plugin to manage meta tags and other meta tags that appears on area of your site. Well, it can be used for verifying Google and open graph tags, SEO meta tags more. അപ്പം നമ്മൾ ഇപ്പം യോസ്റ്റ് പ്ലഗിൻ ഒരിക്കൽ കൂടെ ഇത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അപ് ടു ഡേറ്റ് ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ നമുക്ക് ഇനി ഒരിക്കൽ കൂടെ പോസ്റ്റിനകത്തിട്ട് പോയിട്ട് എഡിറ്റ് ചെയ്ത് നോക്കാം.
ഇനി വർക്ക് ചെയ്യുമായിരിക്കും. ഇതുവരെ വർക്ക് ചെയ്യാതിരുന്നത് അപ്ഡേറ്റ് ആവാത്ത കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് എസ് കാര്യങ്ങൾ കാണിക്കാത്തത്? വർക്ക് ചെയ്യണ്ട. ഇവിടെ സ്കീമ മാർക്കപ്പ് എഴുതാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, പക്ഷെ അത് വർക്ക് ആവുന്നില്ല. SEO സ്കോർ കാണാൻ പറ്റുക, റീഡബിലിറ്റി നോ ഇൻഡെക്സ് ആണ് കൊടുത്തത്. വേറൊരു പോസ്റ്റർ പോയി ട്രൈ ചെയ്തിട്ട് എന്താണ് ഈശ്വരം. ഇതിന്റെ സ്റ്റോഴ്സിൽ പോയിട്ട് സെറ്റിംഗ്സ് എല്ലാം ഡിസേബിൾ ആയി കിടക്കും. സെറ്റിംഗ്സ് അപ്ഗ്രേഡ് ചെയ്യാൻ വന്ന് കിടക്കാം. ഓ, വേർഡ് പ്രസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കിടക്കുന്നത്. വേർഡ് പ്രസ് അപ്ഡേറ്റ് ആവാതെ കിടക്കും. എടുക്കും. വേർഡ് പ്രസ് 6.3.2 ആണ് ഇപ്പൊ കിടക്കുന്നത്. അപ്ഡേറ്റ് വെർഷൻ ടു 6.4.2 ആക്കണമെന്ന് പറയുന്നുണ്ട്. വേർഡ് പ്രസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം, എന്തോ ഇഷ്യൂ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ നമ്മൾ സ്കീമ മാർക്കപ്പ് ചെയ്യുന്നത് അഥവാ അഡ്വാൻസ് SEO പ്രാക്ടീസിനകത്തുള്ള സ്കീമ മാർക്കപ്പ് നമ്മൾ ഒരു വെബ്സൈറ്റിനകത്ത് ചെയ്യാനായിട്ട് നമുക്ക് സ്കീമ മാർക്കപ്പ് സെപ്പറേറ്റ് സ്കീമ മാർക്കപ്പ് ജനറേറ്ററിനകത്ത് പോയി ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചത് technicalseo.com എന്നുള്ള വെബ്സൈറ്റിനകത്ത് സ്കീമ മാർക്കപ്പ് ജനറേറ്റ് ചെയ്യുന്ന ടൂൾ ഉണ്ട്. അവിടെ പോയി നമ്മൾ ബ്ലോഗ് സെലക്ട് ചെയ്തിട്ട് അതിന്റെ ബ്ലോഗിന്റെ പോസ്റ്റ് URL കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിന്റെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. ആ കസ്റ്റമൈസ് ചെയ്ത് കിട്ടിയ ജാവാസ്ക്രിപ്റ്റിനെ നമ്മൾ കോപ്പി ചെയ്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്താൽ മതി. പക്ഷെ ഇത് നമ്മൾ ആഡ് ചെയ്യാനാണ് വന്നത്. പക്ഷെ ഇതിനകത്ത് തന്നെ പ്ലഗിൻ ഓപ്ഷനകത്ത് നമുക്ക് യോസിന്റെ പ്ലഗിന്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വേർഡ് പ്രസ് അപ്ഡേറ്റ് ആവാതെ കിടന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല, പ്ലഗിൻ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആദ്യം നമ്മൾ യോസ്റ്റ് പ്ലഗിൻ അപ്ഡേറ്റ് ചെയ്തു, എന്നിട്ടും യോസ്റ്റ് പ്ലഗിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം പ്ലഗിൻ വർക്ക് ചെയ്യാതെ കിടന്നുകൊണ്ട് തന്നെയാണ് ഇത് വർക്ക് ആവുന്നത്. അപ്പോൾ ഇവിടെ സ്കീമ മാർക്കപ്പ് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് നമുക്ക് എഴുതി കൊടുക്കണം. വാട്ട് ടൈപ്പ് ഓഫ് പേജ് ഓൺ കണ്ടന്റ് ഓൺ ദീസ്. അപ്പോൾ ഇവിടെ എന്താണ്, വെബ് പേജ് അല്ല. അപ്പോൾ ഒരു ബ്ലോഗ് പോസ്റ്റ് നമുക്ക് കൊടുക്കാം. കണ്ടന്റ്, വെബ് പേജ്, ഐറ്റം പേജ്, എബൌട്ട് പേജ്, ക്യൂ പേജ്, പോർട്ട്ഫോളിയോ പേജ്, കോണ്ടാക്ട് പേജ്, സെർച്ച് റിസൾട്ട് പേജ് എന്നൊക്കെ കിടക്കുന്നുണ്ട്. ഡിഫോൾട്ട് ഫോർ പോസ്റ്റ്, വെബ് പേജ്, ഐറ്റം, പ്രൊഫൈൽ, കോണ്ടാക്ട്, മെഡിക്കൽ വെബ് പേജ് എന്ന് സെപ്പറേറ്റ് കിടപ്പുണ്ട്. സെർച്ച് റിസൾട്ട് പേജ്, ആർട്ടിക്കിൾ ടൈപ്പ് കിടപ്പുണ്ട്, ബ്ലോഗ് പോസ്റ്റ്. അപ്പോൾ സെർച്ച് റിസൾട്ട് പേജ് എന്നാണ് കൊടുത്തത്. വെബ് പേജ്, ഡിഫോൾട്ട് ഫോർ പോസ്റ്റ് അത് തന്നെയാണ് കിടക്കുന്നത്. അപ്പം ബ്ലോഗ് താഴെ ആർട്ടിക്കിൾ ടൈപ്പിന് ബ്ലോഗ് പോസ്റ്റ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, വേറെ ഒന്നും ചെയ്യാനില്ല. യു ക്യാൻ ചേഞ്ച് സെറ്റിംഗ്സ് ഡിഫോൾട്ട് ബൈ സെറ്റിംഗ്സ്. ഇത്രയും കൊടുത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കീമ മാർക്കപ്പ് വർക്ക് ആവും. സ്കീമ മാർക്കപ്പ് എഴുതിയിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ ചെയ്തത്. പേജ് ഏതാണ്, വ്യൂ പോസ്റ്റ്. ഇത് നമ്മൾ നേരത്തെ അനലൈസ് ചെയ്ത് നോക്കിയില്ല അല്ലേ, ഇതിന് നോക്കാം. ഇതിനകത്ത് സ്കീമ മാർക്കപ്പ് ഈ പേജിന് വേണ്ടി എഴുതിയിട്ടുള്ളതായിട്ടാണോ കാണിക്കണം നമുക്കത്. ഇൻസെർട്ട് URL, സ്കീമ മാർക്കപ്പ് എഴുതിയിട്ടുണ്ടോ.
കഴിഞ്ഞിട്ട് സ്ട്രക്ചർ ഡേറ്റ എഴുതിയിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്ട്രക്ചർ ഡേറ്റ ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഇമേജ് ഒബ്ജക്റ്റ് വെബ്സൈറ്റ് എന്ന് കാണിക്കുന്നുണ്ട്, വെബ് പേജിൻ്റെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ വർക്കിംഗ് ആണ്. ഓപ്പൺ ഗ്രാഫ് ഒക്കെ എഴുതിയിട്ടുണ്ടെന്നായിട്ടാണ് കാണുന്നത്. ഫുൾ സ്കോർ ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മളുടെ പേജിനകത്ത് എന്താ സ്കീമ മാർക്കപ്പ് നമുക്ക് എഴുതാനായിട്ട് സാധാരണ ഒരു പേജൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്കീമ മാർക്കപ്പ് സെപ്പറേറ്റ് എഴുതി കൊടുക്കാം. ബ്ലോഗ് പോസ്റ്റ് ആർട്ടിക്കിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്കീമ അത് ആ പേജിനനുസരിച്ചുള്ള സ്കീമ മാർക്കപ്പ് സെപ്പറേറ്റ് എഴുതി കൊടുത്താൽ മതി. ഇനി നമുക്ക് technicalseo.com അപ്പോൾ സ്കീമ മാർക്കപ്പ് ആർട്ടിക്കിൾ എഴുതുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ജസ്റ്റ് ഇത് ആഡ് ചെയ്യേണ്ടി വന്നില്ല, കാരണം ആൾറെഡി അവിടെ സ്കീമ മാർക്കപ്പ് ഇനേബിൾഡ് ആയിരുന്നു യോസിനകത്തുള്ള. ഇനി ഇതിനകത്ത് വേറെ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. ബ്രെഡ് ക്രംബ്. എന്താ ബ്രെഡ് ക്രംബ്? ബ്രെഡ് ക്രംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേജിന്റെ അകത്ത് URL സ്ട്രക്ചർ ചെയ്യുന്നതിനകത്ത് വരുന്ന ഒരു ഒരു എന്താ പറയാ റിച്ച് ഡേറ്റയാണ്, സ്ട്രക്ചേർഡ് ഡേറ്റയാണ് ബ്രെഡ് ക്രംബ്. നമ്മളെ പേജൊക്കെ ഗൂഗിളിനകത്ത് കാണിക്കുമ്പോൾ സ്നിപ്പറ്റിനകത്ത് URL കാണിക്കുന്നിടത്ത് നമ്മളുടെ ഡൊമൈൻ നെയിം സ്ലാഷ് URL അങ്ങനെയാണ് നമുക്ക് URL കാണിക്കുക. ഡൊമൈൻ നെയിം സ്ലാഷ് സർവീസ് അങ്ങനെ. അപ്പോൾ അവിടെ URL കാണിക്കുന്നിടത്ത് സ്ലാഷ് കാണിക്കുന്നതിനൊക്കെ പകരമായിട്ട് വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒരു ആരോ പോലെ കാണിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അതിനെയാണ് ബ്രെഡ് ക്രംബ് എന്ന് പറയുക. അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റമൈസ് ചെയ്യാം. നമ്മളെ പേജിന്റെ സബ് പേജ്, ആ പേജിന്റെ സബ് പേജ്, അങ്ങനെ നമുക്ക് ആ പേജിന്റെ URL സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബ്രെഡ് ക്രംബ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഡേറ്റ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പേജ് നെയിം കൊടുക്കുക, പേജിന്റെ URL കൊടുക്കുക, സെക്കൻഡ് നെയിം ഉദാഹരണത്തിന് ഇപ്പോൾ christy.com ഇവിടെ അടിച്ചു കൊടുക്കുക. christy.com എന്നുള്ളതിന്റെ വെബ്സൈറ്റിന്റെ URL ഇവിടെ കൊടുക്കുക. അതിനകത്ത് സർവീസ് പേജ്, ഇപ്പോൾ സർവീസ് പേജ് എന്ന് ഇവിടെ സർവീസ് എന്ന് കൊടുക്കുക, സർവീസ് പേജിന്റെ URL ഇവിടെ കൊടുക്കുക. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മുടെ ബ്രെഡ് ക്രംബിന്റെ കോഡ് ഇവിടെ ജനറേറ്റ് ആയി കിട്ടും. ഈ കോഡിനെ നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ പേജിനകത്ത് ഹെഡ് സെഷനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംബ് ജനറേറ്റ് ആയി കിട്ടും, അതിനെ വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവന്റ് മാർക്കപ്പ് എഴുതും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വെബ്സൈറ്റിനകത്ത് ഇവന്റ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഇവന്റ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവന്റ് മാർക്കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്കിവിടെ ഈ സ്കീമ മാർക്കപ്പ് ജനറേറ്ററിനകത്ത് സാധിക്കും. ഇവിടെ നമുക്ക് എന്താ ഇവന്റിന്റെ നെയിം കൊടുക്കാം, അടുത്ത ഇവന്റിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു എക്സിബിഷന്റെ ഇവന്റ് അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ ഇവന്റ്. അപ്പോൾ നമുക്ക് അവിടെ നെയിം കൊടുക്കാം. അല്ലെങ്കിൽ ക്രിസ്മസ് ഡേ സെയിൽസ് ഇവന്റ് കൊടുക്കാം, അല്ലെങ്കിൽ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ നെയിം കൊടുക്കാം. അപ്പോൾ ആ ഇവന്റിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം. അടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, ഹൈലൈറ്റ് ചെയ്യാനുള്ള ഇമേജ് അവിടെ കൊടുക്കാം. ഇമേജിന്റെ തൊട്ട് താഴെ നമുക്ക് എന്നാണ് ആ ഇവന്റ് നടക്കുന്ന ഡേറ്റ് കൊടുക്കാം. നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്നാണ്, 23rd ആണോ 24th ആണോ, അപ്പോൾ സ്റ്റാർട്ട് ടൈം എൻഡ് ടൈം ഒക്കെ ഇവിടെ കൊടുക്കാം. ഇനി എൻഡ് ടൈം എൻഡ് ഡേറ്റ് ഇവിടെ കൊടുക്കാം, ഡേറ്റ്. അപ്പം ഒരു ഇവന്റ് നടക്കുന്നത് ഒരു ഡാൻസ് പ്രോഗ്രാം ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ അതിന്റെ സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കാം, സ്റ്റാർട്ടിംഗ് ടൈം കൊടുക്കാം, എൻഡ് ഡേറ്റ് കൊടുക്കാം, എൻഡിങ് ടൈം കൊടുക്കാം. ഇനി ഇവന്റ് സ്റ്റാറ്റസിനകത്ത് സ്കെഡ്യൂൾഡ് ആണോ, പോസ്റ്റ്പോൺഡ് ആണോ, പ്രീപോൺഡ് ആണോ എന്നൊക്കെ ഉള്ള രീതിയിൽ കാണാൻ പറ്റും. പോസ്റ്റ്പോൺഡ്, ക്യാൻസൽഡ്, മൂവ്ഡ് ഓൺലൈൻ, കണ്ടോ. സ്കെഡ്യൂൾ ആണ് ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. പോസ്റ്റ്പോൺഡ് ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ഇവന്റ് ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിനകത്ത് എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവന്റുമായി ബന്ധപ്പെട്ട് ഇപ്പം ഡാൻസ് ഇവന്റുകൾ, എറണാകുളം നടക്കുന്ന ഡാൻസ് ഇവന്റുകളെ പറ്റി ഒരാൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ നടത്തുന്ന ഇവന്റിന്റെ പേജ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുകയും നമ്മളുടെ ഇവന്റ് ഡേറ്റ് അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് അവിടെ കാണിക്കുകയും ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കുകയും ചെയ്യും. ഇനി നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ഇവന്റ് പോസ്റ്റ്പോൺ ചെയ്തെന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ മാർക്കപ്പ് എടുത്തിട്ട് അതിനെ പോസ്റ്റ്പോൺ ചെയ്തതായിട്ടുള്ള മാർക്കപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ ആ പേജിനെ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇവന്റ്, ആ ഡാൻസ് ഇവന്റ് പോസ്റ്റ്പോൺ ചെയ്തതായിട്ടും അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തതായിട്ടും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ മാർക്കപ്പ് മാറ്റി കൊടുക്കാൻ പറ്റും. ഇനി അറ്റൻഡൻസ് മോഡിനകത്ത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ മിക്സഡ് ആണോ എന്നൊക്കെ ചോദിക്കുക. ഇവിടെ ഓൺലൈൻ, ഓഫ്ലൈൻ, മിക്സഡ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കാം. പെർഫോമർ ടൈപ്പ് എന്നുള്ളതിനകത്ത് ആരാണ് ആ ഇവന്റ് പെർഫോം ചെയ്യുന്നത്. അപ്പം ഡാൻസ് ഇവന്റ് ആണ്, അപ്പം ഇന്ന ആളിന്റെ ഒരു വ്യക്തിയുടെ ഡാൻസ് ആണെങ്കിൽ വ്യക്തി കൊടുക്കാം. പെർഫോമൻസ് ഗ്രൂപ്പിന്റെ ഒരു ഗ്രൂപ്പിന്റെ ഡാൻസ് ആണ് അല്ലെങ്കിൽ പ്രോഗ്രാം ആണെങ്കിൽ അത് കൊടുക്കാം. മ്യൂസിക്കൽ ഗ്രൂപ്പ്, ഡാൻസ് ഗ്രൂപ്പ്, തിയേറ്റർ ഗ്രൂപ്പ്, ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ട്. ഇനി പെർഫോം ചെയ്യുന്ന ആളുടെ നെയിം കൊടുക്കാം. ഇവിടെ ഡാൻസർ ആയിട്ട് ഒരു പേഴ്സൺ ആണ് നമ്മൾ കൊടുത്തതെന്ന് വെച്ചോ, ഉടനെ നമ്മൾ നെയിം കൊടുക്കാം. ഓക്കെ, ഡാൻസ് കളിക്കുന്ന ആളിന്റെ പേരെന്താണ്, അപ്പോൾ ആ ഡാൻസറിന്റെ പേര് കൊടുക്കാം. അങ്ങനെ പിന്നെ താഴെ അതിന്റെ ടിക്കറ്റ് ടൈപ്പ്, കറൻസി, കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, നമുക്കിവിടെ ഫൈനലി
ഒരു മാർക്കപ്പ് ജനറേറ്റ് ചെയ്ത് കിട്ടും. ഈ മാർക്കപ്പ് മൊത്തം കോപ്പി ചെയ്തിട്ട് ആ ഇവന്റിന്റെ പേജിനകത്ത് ഹെഡ് സെക്ഷനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മാർക്കപ്പ് റെഡിയായി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സ്കീമ മാർക്കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആഡ് ചെയ്യുന്നതിനുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേജിനകത്തുള്ള ഡേറ്റയെ കൃത്യമായിട്ട് ഗൂഗിളിന് മനസ്സിലാക്കി ആ സച്ച് ഡേറ്റ കൃത്യമായിട്ടുള്ള ഡേറ്റ ഷീറ്റുകളിലൂടെയൊക്കെയുള്ള ഇത് അതിൻ്റെ ഡേറ്റകളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഡേറ്റ അനുസരിച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ കൊച്ചിയിൽ നടക്കുന്ന ഒരു ഇവന്റ് ആയിട്ടാണ് ഈ ഡാൻസ് പ്രോഗ്രാമിന് നമ്മൾ മാർക്കപ്പ് ആഡ് ചെയ്തേക്കുന്നതെങ്കിൽ ഗൂഗിളിനകത്ത് കൊച്ചിയിൽ ഡാൻസ് ഇവന്റ്സിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ പേജിനെ ഇൻഡെക്സ് ചെയ്ത് കൊടുക്കാൻ ഗൂഗിളിന് സാധിക്കും. അത് കൂടാഞ്ഞിട്ട് ആ ഡാൻസ് പ്രോഗ്രാം എന്നാണ് നടക്കുന്നത്, ആരാണ് അതിന്റെ പെർഫോമൻസ് ചെയ്യുന്നത്, എത്ര ദിവസമുണ്ട് പ്രോഗ്രാം, എത്ര ദിവസമുണ്ട്, ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഒരു ഇവന്റ് ആഡ് ചെയ്യുമ്പം അത് ഡാൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു പാട്ടാണെങ്കിലോ ഒരു പ്രോഗ്രാം ഒക്കെ ആണെങ്കിലോ നമുക്ക് ആ പേജിനകത്ത് മാർക്കപ്പ് പ്രത്യേകം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡേറ്റ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മളെ പേജിനെ ക്രോൾ ചെയ്യുന്ന ബോർഡ്സിന് കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ മനസ്സിലാക്കിയിട്ട് മാറ്റി ആർട്ടിക്കിൾസ്. അപ്പം നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ആ ഇവന്റിന്റെ പേജിനകത്ത് ഈ മാർക്കപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മാർക്കപ്പ് അനുസരിച്ച് കാണാനും നോക്കാനും പറ്റും. നമ്മളെ പേജ് അങ്ങനെയുള്ള ഇവന്റ്സിനെ സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാനും പറ്റും. നിങ്ങൾ ഹോൾഡ് ചെയ്തോ കേട്ടോ, ഒരു 5 മിനിറ്റുള്ള ഹോൾഡ് ചെയ്തോ കേട്ടോ, ചെറിയ ബ്രേക്ക്. ഹലോ ഹലോ, മെർലിൻ കേൾക്കാമോ? മെർലിൻ കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാനേ എനിക്കിവിടെ കേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കേക്ക് എടുത്ത് കഴിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് തന്നതാ. നിങ്ങളെ കോളേജിൽ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞാ? ഏഞ്ചലേ സെലിബ്രേഷൻ ഇല്ലായിരുന്നു സാറേ, എല്ലാരും ഓൺലൈൻ ക്ലാസ് ഒക്കെ അല്ലായിരുന്നു, എല്ലാരും നാട്ടിൽ പോയല്ലോ. ടീച്ചേഴ്സിന്റെ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സെലിബ്രേഷൻ ഉണ്ടായിരുന്നില്ലേ കോളേജിൽ? ഇല്ലെന്ന് തോന്നുന്നു. കാര്യം 3 ദിവസം ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഉണ്ടായിരുന്നോ എന്ന്. എന്താ ഓൺലൈൻ ആക്കിയതിന്റെ കാര്യം എന്താ? അത് എന്താണ്, മെയിൻ ഹോസ്റ്റലിലും പിന്നെ സയൻസ് ബ്ലോക്കിൽ കുറച്ച് പിള്ളേർക്കൊക്കെ കോവിഡ് ആയി. അപ്പോൾ അതുകൊണ്ടിട്ട് ക്ലാസ് ഓൺലൈൻ ആക്കിയത് 3 ദിവസത്തേക്ക്. ഓ അങ്ങനെയാണല്ലേ. അതെ. അപ്പൊ സെലിബ്രേഷൻ നടത്താൻ പറ്റാത്ത കണ്ടീഷനാ. പറ്റാത്ത കണ്ടീഷനായി. അയ്യോ, അത് ഭയങ്കര ടീച്ചേഴ്സ് ടീച്ചേഴ്സ് നടത്തിയല്ലേ. ഇവിടെ അതെ. നമ്മള് സെലിബ്രേഷൻ ബുധനാഴ്ച നടത്തി. സെലിബ്രേഷൻ അല്ല, മെയിനായിട്ട് ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ബുധനാഴ്ച ഞാൻ ക്ലാസ് എടുത്ത് പറഞ്ഞായിരുന്നു. നമ്മൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടി. അതെ അതെ, നിങ്ങളെ കോളേജിൽ നിന്ന് തന്നെ 2 സിസ്റ്റർമാർ ഒന്ന് വാലിഡേറ്റ് ചെയ്തിട്ട് ഇത് സെലക്ഷൻ ഒക്കെ അവരാ നടത്തിയത്. നല്ലതായിരുന്നു. നമ്മൾ തീമൊക്കെ വെച്ചിരുന്നതുകൊണ്ട് സിസ്റ്റർമാർക്ക് കൃത്യമായിട്ട് അത് ഇഷ്ടപ്പെട്ട്, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവർ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഇപ്പോൾ
നമ്മൾ ഇവിടെ ഒരു ISST എന്ന് പറഞ്ഞ സ്ഥാപനം കേട്ടിട്ടുണ്ട്. ISST ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം. അവിടുത്തെ സോഫ്റ്റ്വെയർ നമ്മളാ ചെയ്യണം. അപ്പോൾ അവർ അവിടെ നിന്ന് ഒരു കേക്ക് കൊടുത്തു വിട്ട് ആ കേക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒരു പീസ് എനിക്ക് തന്നപ്പോഴാണ് ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലൊക്കെ സെലിബ്രേഷൻസ് നടക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കോവിഡ് വന്നോ? പനി വല്ലതും പിടിച്ചോ? ഇല്ല സാറേ. കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഹോസ്റ്റലിലൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാ അല്ലേ? പെട്ടെന്ന് എല്ലാവർക്കും പിടിക്കാനൊക്കെ ഉള്ള ആ ചാൻസ് കൂടുതലാണ്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഒരാൾക്ക് വന്നായിരുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ എല്ലാരും അവിടുന്ന് പോയി. റിസ്ക് ആണ് കാര്യം എപ്പോഴും. കോണ്ടാക്ട് എല്ലാം വന്നാൽ പിന്നെ പ്രശ്നമാവുമല്ലോ. അതെ അതെ അതെ. എന്നാലും പിന്നെ ആൾക്കാർക്ക് പഴയതുപോലെ പേടിയൊന്നുമില്ല. പണ്ട് ഭയങ്കര പേടിയായിരുന്നു. 2-3 വർഷം മുമ്പ് നമുക്ക് ഈ സംഭവം പറഞ്ഞ സമയത്ത്. പക്ഷെ ഈ കോവിഡ് ഒന്ന് കൊച്ചിന് ഭയങ്കര ടയേർഡായിരുന്നു സാറേ. ആണോ? അല്ല, ഇതിപ്പോ പല വേരിയൻസ് ആണല്ലോ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പം ഇത് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള വൈറസ് ആണ് ഇപ്പം സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് ചില ആൾക്കാർക്ക് വരും. ആദ്യത്തെ കോവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കായിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പൊതുവെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് ഇത് ഇഷ്യൂ ഉണ്ടാക്കും. അങ്ങനെയായിരുന്നല്ലോ. പിന്നെ അത് മ്യൂട്ടേറ്റഡ് ആയിട്ട് പല രീതിയിലാണ് ആൾക്കാരെ ബാധിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗമാണ് ഏറ്റവും വീക്കായിട്ടുള്ളത് ആ ഭാഗത്തിനെയാണ് ബാധിക്കുക. അങ്ങനെയാണ് പ്രശ്നം വരുന്നത് ഇപ്പം. അപ്പോൾ ആൾറെഡി നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ കോവിഡ് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇഷ്യൂ ഭയങ്കരമായിട്ട് നമ്മളെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പം ഈവൻ നമ്മൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ എന്തെങ്കിലും ഡിഫക്ട്സോ പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ഥിരം ജലദോഷം വരികയോ എന്തെങ്കിലും അങ്ങനെയുള്ള അസുഖങ്ങളോ ഒക്കെ വരുന്ന ശ്വാസം മുട്ടലൊക്കെ ഉള്ള ആൾക്കാർക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് സീരിയസ് ആവും. ശ്വാസം മുട്ടൽ കൂടി ന്യൂമോണിയ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളിലോട്ടൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. എന്തായാലും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ആൾക്കാർക്ക് ഇപ്പോൾ പേടിയില്ലാത്തതുകൊണ്ട് കെയർലെസ് ആയിട്ട് ആൾക്കാർ പോകുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ചെറിയൊരു ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് വരാവുന്ന ഒരു വലിയ പ്രശ്നം. ഇപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ, പനിയൊക്കെ പിടിച്ച് വല്ലത്തും പോവാനോ ഒന്നും ചെയ്യാനോ പറ്റാതെ കടന്നു പോകുന്നതിനേക്കാളും അങ്ങനെയൊക്കെ കടന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല. നമ്മളൊക്കെ വാക്സിനൊക്കെ എടുത്തിട്ടുള്ളത് കൊണ്ട് ഒന്നും വരുന്നുണ്ടാവില്ല. പക്ഷേ പനിയായിട്ട് ക്രിസ്മസ് ആയിട്ടൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നഷ്ടബോധം തോന്നും. അങ്ങനെ ശ്രദ്ധിക്കണം വളരെ നല്ലതാണ്. നമ്മളായിട്ട് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർക്ക് പേടിയില്ല പൊതുവെ. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ സ്കീമ മാർക്കപ്പ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ് SEO പ്രാക്ടീസ് ആണ്. സ്കീമ മാർക്കപ്പ് ഒക്കെ അറിയുന്ന SEO ചെയ്യുന്ന ഒരാളിന് എറണാകുളത്ത് ഒരു 35,000 to 40,000 പെർ മന്ത് സാലറി ഈസി ആയിട്ട് കിട്ടും സ്കീമ മാർക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ആളിന്. ഇന്നലെ ഞാനിവിടെ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബാച്ചിലൊരു കൊച്ചിന് ഇൻഫോ പാർക്കിൽ UFS ടെക്നോളജീസ് എന്നൊരു കമ്പനിയിൽ സെലക്ഷൻ കിട്ടി. ഇന്നലെയാണ് അതിന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സെലിബ്രേഷൻ നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ 10 മണി മുതൽ ഒരു 12 മണി വരെയൊക്കെ സെലിബ്രേഷൻ ആ കൊച്ചിവിടെ ഉണ്ടായിരുന്നു. ഒരു 12:30 ആയപ്പോഴത്തേക്ക് അത് ഇൻഫോ പാർക്കിൽ ഇൻ്റർവ്യൂവിന് പോയി. വൈകുന്നേരം ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മെസ്സേജ് അയച്ചു, സാർ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജോയിൻ ചെയ്ത് 27-ാം തീയതി ജോയിൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഓഫർ ലെറ്ററൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് വാക്കൻസി ഉള്ള ഈ സ്കീമ മാർക്കപ്പ് പോലെയുള്ള അഡ്വാൻസ് SEO പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ കുറച്ചുകൂടെ ഹൈ സാലറി ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് കൊച്ചിയിലൊക്കെ ഉള്ള ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബിൻ്റെ ഒരു സാധ്യത. നിങ്ങൾക്കത് ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോളേജിൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. നല്ല ജോബ് സാധ്യത എപ്പോഴും ഉണ്ട്. എന്നെ പല കമ്പനികളിൽ നിന്ന് നിരന്തരം വിളിച്ചിട്ട് അവിടെയുള്ള കമ്പനികളുടെ വേക്കൻസികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. കൊടുക്കാൻ ആളില്ലാതെ പല കമ്പനികളും വീണ്ടും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു 3 ബാച്ച് പഠിച്ചിറങ്ങിയാൽ പോലും ഇവിടുത്തെ തൽക്കാലമുള്ള ഇപ്പോഴുള്ള വാക്കൻസി ഫില്ലാവത്തക്ക രീതിയിൽ ആൾക്കാരെ കിട്ടത്തില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് അഡ്വാൻസ് SEO പ്രാക്ടീസ് എന്ന് പറയും. പൊതുവേ SEO ചെയ്യുന്ന ആൾക്കാർ, ബേസിക് SEO ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാൻ അറിയണമെന്നില്ല. എന്നാൽ വളരെ സിമ്പിളായിട്ട് ഈ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ജാവാസ്ക്രിപ്റ്റ് ആണ് നമ്മൾ ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്നതെങ്കിലും ജാവാസ്ക്രിപ്റ്റ് അറിയണമെന്നില്ല. അപ്പോൾ ഒരു ഇവന്റിന്റെ പേജ് മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇവന്റ് എന്ന് ആഡ് ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഒരു SEO ട്രെയിനിങ്ങിന്റെ ഇവന്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇവന്റിന്റെ നെയിമായിട്ട് SEO ട്രെയിനിങ് എന്ന് കൊടുക്കാം. അടുത്ത് അതിനെപ്പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് SEO ട്രെയിനിങ് പ്രോഗ്രാം എന്ന് കൊടുക്കും. പിന്നെന്താ,
ആ ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ URL ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യം. പിന്നെ ആ പ്രോഗ്രാം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നാണ് നമ്മൾ SEO ട്രെയിനിങ് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യണത് എന്നുള്ളത്. ഇപ്പം ജനുവരി 2-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യണം അടുത്ത ബാച്ചെങ്കിൽ ഡേറ്റ് 3-ാം തീയതി കൊടുക്കുക. സ്റ്റാർട്ടിങ് ടൈം കൊടുക്കുക. സ്റ്റാർട്ടിങ് ടൈം 10 AM ആണെന്നുണ്ടെങ്കിൽ 10 കൊടുത്താൽ മതി. അത് ഇങ്ങനെയാണ് കൊടുക്കുക എന്നാണ് ഇവിടെ കൊടുത്തത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 2 ഡിജിറ്റ്സ് ഇങ്ങനെ കൊടുക്കണതിൻ്റെ എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഉച്ചയ്ക്ക് 1 മണിക്കാണ് ക്ലാസ് അല്ലെങ്കിൽ 2 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ 2 PM എന്ന് കൊടുക്കാനോ 2 എന്ന് കൊടുക്കാൻ പറ്റത്തില്ല. പകരം കൊടുക്കണം 14 എന്ന് കൊടുക്കണം. അതായത് റെയിൽവേ ടൈം ടേബിൾ ആണ് ഇവിടെ നമ്മൾ കൊടുക്കുക. റെയിൽവേ ടൈമാണ് ഇവിടെ കൊടുക്കുന്നത്. റെയിൽവേ ടൈം ടേബിൾ അല്ല, ടൈമാണ്. ഇനി എൻ്റെ ഡേറ്റ് ഇപ്പോൾ ജനുവരി 3-ാം തീയതി തുടങ്ങുന്ന ക്ലാസ് നമുക്ക് ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഒരു ഏപ്രിൽ മാസം ഒരു 15-ാം തീയതിയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ 10-ാം തീയതി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 2 ഡേറ്റ്. എൻ്റെ ടൈം ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? നേരത്തെ പറഞ്ഞ നമുക്ക് 13 1 മണിക്കാണ് ക്ലാസ് എൻഡ് ചെയ്യണമെങ്കിൽ 13 1 മണി. അല്ലാതെ ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ രാത്രി 1 മണിയായി പോകും. ഇവന്റ് സ്റ്റാറ്റസ് ഷെഡ്യൂൾ ആയിരിക്കും എപ്പോഴും. അറ്റൻഡൻസ് മോഡ്, ഓൺലൈൻ ആണോ ക്ലാസ്, ഓഫ്ലൈൻ ആണോ ക്ലാസ്, മിക്സഡ് ക്ലാസ്, ഓൺലൈനും ഓഫ്ലൈനും കൂടി ചേർത്താണെങ്കിൽ മിക്സഡ് എന്ന് കൊടുക്കാം. അപ്പോൾ സ്ട്രീം URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ സ്ട്രീം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ URL കൊടുക്കാം. നമ്മുടെ ക്ലാസ് ഇപ്പം ഓൺലൈനായിട്ട് നമ്മൾ സ്ട്രീം ചെയ്യാനായിട്ട് ഇത് ചെയ്തിരിക്കുന്ന ഒരു പേജോ അതിൻ്റെ URL ഉണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. ഉദാഹരണത്തിന് നമ്മൾ ക്ലാസ് എടുക്കുന്നതൊക്കെ ഒരു വെബ്സൈറ്റിൻ്റെ പേജിനകത്ത് എംബഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ട്രീം ചെയ്യുന്ന URL ഉണ്ടെങ്കിൽ ആ URL ഇവിടെ കൊടുത്താൽ മതി. ടൈം സോൺ കൊടുക്കാം. ഉദാഹരണത്തിന് നമ്മുടെ ടൈം സോൺ എന്ന് പറയുന്നത് +5:30 ആണ് അല്ലേ. +5:30 പോകണം. +5:30 IST, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. 3:30 ആയിട്ടുള്ളൂ. 5:30 കണ്ടോ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. വെന്യൂ കൊടുക്കാം. എവിടെ വെച്ചാണ് ഇവന്റ് നടക്കുന്നത്. SEO ട്രെയിനിങ് വിൽ ബി കണ്ടക്റ്റഡ് അറ്റ് സോഫ്റ്റ് ലൂം ആണെങ്കിൽ നമ്മൾ സോഫ്റ്റ് ലൂമിൻ്റെ അഡ്രസ് കൊടുക്കുക, സ്ട്രീറ്റ് അഡ്രസ് കൊടുക്കുക, സിറ്റി കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക, സിപ്പ് കോഡ് കൊടുക്കുക, കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ കോഡ് ജനറേറ്റ് ആയി കിട്ടും. പിന്നെന്താണ്, പെർഫോമർ ടൈപ്പ്. ഒരു വ്യക്തിയാണ് ക്ലാസ് എടുക്കണമെങ്കിൽ വ്യക്തി കൊടുക്കാം. ഒരു ഗ്രൂപ്പായിട്ട് ആൾക്കാരാണ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പേഴ്സണാണ് കൊടുക്കണമെങ്കിൽ പെർഫോമർ നെയിം. ഇപ്പോൾ ആരാണ് ക്ലാസ് എടുക്കുന്നത്, ബ്രഹ്മദാസ്. ഇനി അതിന് ടിക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഷോ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ടിക്കറ്റ് വരിക. ഒരു തിയേറ്റർ, ആർട്ട്, മ്യൂസിക്കൽ, കൺസേർട്ട്, ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ ആ ടൈപ്പ് അതിനനുസരിച്ച് കൊടുത്തിട്ട് ഇവിടെ ടിക്കറ്റ്, കറൻസി ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഡ് കസ്റ്റമൈസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ കോഡിനെ മൊത്തം സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്തിട്ട് നമ്മളെ ഇവന്റ് പേജിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇവന്റ് പേജ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുകയും ഗൂഗിളിനകത്ത് ഇപ്പോൾ SEO ട്രെയിനിങ്ങോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് എന്നൊക്കെ അടിക്കുമ്പോൾ നമുക്ക് അടുത്ത് നടക്കാൻ പോകുന്ന ഇവന്റ്, അത് അടുത്ത് നടക്കാൻ പോകുന്ന ട്രെയിനിങ് പ്രോഗ്രാമിന്റെ പേജ് ഇവന്റ് മാർക്കപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേജ് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കും. ഇൻഡെക്സ് ചെയ്ത് കാണിക്കുന്നതിനകത്ത് അത് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് കാണിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുപോലെ തന്നെ നമ്മൾ ഇവന്റിന്റെ മാർക്കപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇവന്റിന്റെ ഡേറ്റ് ആയിരിക്കും കാണിക്കുക. അപ്പം ഉദാഹരണത്തിന് നമുക്കൊരു പേജിനകത്ത് ആ ഇവന്റ് നമ്മൾ എല്ലാ മാസവും നടത്തുന്ന ഇവന്റ് ആണെന്നുണ്ടെങ്കിൽ ആ 3 മാസത്തെ ഡേറ്റ് നമുക്ക് ഇവന്റ് മാർക്കപ്പ് ആയിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഇവന്റ് ടൈം ആകുമ്പോഴത്തേക്ക് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഇവന്റിന്റെ ഡേറ്റ് കാണിക്കത്തില്ല. അടുത്ത 2ാമത്തെ മാസത്തെ ഇവന്റിന്റെ ടൈം ആകുമ്പോഴത്തേക്ക് അത് കാണിക്കും. അങ്ങനെ ഡൈനാമിക് ആയിട്ട് എടുത്തോളും. ഡാറ്റ മാർക്കപ്പ് വെബ്സൈറ്റിനകത്ത് ആഡ് ചെയ്യുന്നത് വഴി നമ്മുടെ വെബ്സൈറ്റിനെ വളരെ ഡീപ്പായിട്ട് ഗൂഗിളിന് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഡീപ്പായിട്ട് കാണിക്കുന്ന പേജിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കാനും സാധിക്കും. നമ്മൾ പേജിനെ സ്കീമ മാർക്കപ്പ് ആഡ് ചെയ്ത് ഡീപ്പായിട്ട് ഗൂഗിളിന് മനസ്സിലാക്കാൻ പാകത്തിലാക്കുന്നത് വഴി നമ്മളെ പേജിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. വളരെ അതിന് കൂടുതൽ ക്ലിക്സ് കിട്ടാം. നമ്മുടെ സ്കീമ മാർക്കപ്പ് ആഡ് ചെയ്യുന്നത് വാലിഡേറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ പേജസ് വളരെ എഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യും. കുറച്ചുകൂടെ ക്ലിക്ക് ത്രൂ റേറ്റ് കൂട്ടാൻ സാധിക്കും. സ്ട്രക്ചർ ഡാറ്റയ്ക്കകത്ത് നമുക്ക് സ്റ്റാർ റേറ്റിംഗ് പോലെയൊക്കെയുള്ള സ്കീമ മാർക്കപ്പ് ഉണ്ട്. അതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് വഴി ഒരുപാട് ഇമ്പ്രൂവ്മെന്റ്സ് നമ്മുടെ പേജിന് ഉണ്ടാകും. ക്ലിക്ക് ത്രൂ റേറ്റ് മെച്ചപ്പെടും എന്നുള്ളതാണ്. നമ്മുടെ പേജിന്
ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്ത് കാണിക്കുന്നത് ഒരു ബെറ്റർ പൊസിഷനിൽ അല്ലെങ്കിൽ കൂടെയും ഇവന്റ് ഡീറ്റെയിൽസോ തമ്പനെയിലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് വഴി കൂടുതൽ ആൾക്കാരെ ആ പേജിലേക്ക് അട്രാക്ട് ചെയ്യാൻ നമുക്ക് സഹായിക്കും എന്നുള്ളതാണ് സ്കീമ മാർക്കപ്പിന്റെ അല്ലെങ്കിൽ അഡ്വാൻസ് എസ്ഇഒ പ്രാക്ടീസ് പോലെയുള്ള സ്കീമ മാർക്കപ്പിന്റെ വലിയ പ്രത്യേകത. ഇനി ഇവന്റ് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, FAQ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് പേജ് നമുക്കുണ്ടെങ്കിൽ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മാർക്കപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആൻസർ ഇതിനകത്ത് ആഡ് ചെയ്ത് അതിൻ്റെ മാർക്കപ്പ് പ്രത്യേകം എഴുതി കൊടുക്കുന്നത് വഴി അതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനായിട്ട് ആൾക്കാർ എവിടെയെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേജുകളൊക്കെ നമുക്ക് പ്രത്യേകം റാങ്ക് ചെയ്യിക്കാനോ ക്വസ്റ്റ്യൻസ് സെഷനിലേക്ക് നമുക്ക് കാണിക്കാനോ അത് വളരെ സാധ്യത കൂട്ടും എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ നമ്മുടെ പേജിൻ്റെ FAQ പേജസ് നമ്മൾ വെബ്സൈറ്റിനകത്ത് തന്നെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് FAQ പേജസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ FAQ പേജായിട്ട് നമ്മൾ പേജുകളെ പ്രത്യേക ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആഡ് ചെയ്ത് അതിൻ്റെ മാർക്കപ്പ് ആഡ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെ പേജുകളെയോ നമ്മളെ പേജിനകത്തുള്ള ഡേറ്റയോ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേകത. ഇപ്പം ഉദാഹരണത്തിന് ഒരു FAQ പേജ് നമ്മൾ എടുത്തെന്ന് വെച്ചോ, റാഹാരതയ്ക്കകത്ത് /പോസ്റ്റ് ഡെലിവറി FAQ പേജ്. അപ്പോൾ ഇതെങ്ങനെയാണ് ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പേജാണ്. പോസ്റ്റ് ഡെലിവറി ആയുർവേദ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. കുറേ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ പേജിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് കൊടുക്കാനുള്ള പേജ് എടുത്തിട്ട് ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ആഡ് ചെയ്യുക, ആൻസർ കൊടുക്കുക. ഉദാഹരണത്തിന് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഓൺ പോസ്റ്റ് ഡെലിവറി മദർ കെയർ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യണം, എന്നിട്ട് ആൻസർ ആഡ് ചെയ്യണം. ആൻസറും ഇതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്യണം. കോപ്പി ഇവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും ഒരു ആൻസറും ആയി. ഇനി ആഡ് ക്വസ്റ്റ്യൻ കൊടുക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ഹൗസ് ഓൺ ചൈൽഡ് ബർത്ത് എന്ന് കിടക്കുന്ന 2 വാക്കല്ലേ, കോപ്പി ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആൻസർ ക്ലിക്ക് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അടുത്ത ആഡ് ക്വസ്റ്റ്യൻ കൊടുക്കുക. തേർഡ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് കൊടുക്കുക. വാട്ട് ആർ ദി കീ കമ്പോണൻസ് ഓഫ് ആയുർവേദിക് പോസ്റ്റ് ഡെലിവറി കെയർ. മൗസ് കോപ്പി, അടുത്ത ക്വസ്റ്റ്യൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത ആൻസർ സെലക്ട് ചെയ്യുക. ആൻസർ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആഡ് ചെയ്ത് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിനകത്ത്? 10 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഒരു 5 ക്വസ്റ്റ്യനകത്ത് ആഡ് ചെയ്യാം. 3 ആഡ് ചെയ്ത് കഴിഞ്ഞല്ലോ. നാലാമത്തെ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് ആഡ് ചെയ്യണം? ആഡ് ക്വസ്റ്റ്യൻ കൊടുക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ കൊടുക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കണം. ആൻസർ ആയിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യണം. യെസ്, കോപ്പി ആഡ് ചെയ്യണം. ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ കൊടുക്കണം. കൊടുത്തിട്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കൊടുക്കണം. ആൻസറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് 5ാമത്തെ ആൻസർ കൊടുക്കണം. 5 ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ഇതിൻ്റെ സ്കീമ മാർക്കപ്പ് FAQൻ്റെ സ്കീമ മാർക്കപ്പ് ആഡ് ചെയ്ത് നോക്കാം. അല്ല, ഇത്രയും കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ക്വസ്റ്റ്യൻ ആൻസറും വെച്ചുള്ള കോഡ് കിട്ടും. ഈ കോഡ് നമ്മളൊന്ന് കോപ്പി ചെയ്തിട്ട് ഈ പേജിൻ്റെ ഹെഡ് സെഷനകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത്രയും കോപ്പി ചെയ്തെടുക്കുക. നമുക്ക് പോസ്റ്റ് ഡെലിവറി കെയർ എന്ന് പറഞ്ഞ പേജ് ഇവിടെ ഉണ്ടാവും.
FAQ പോസ്റ്റ് ഡെലിവറി കെയർ. ഇതാണ് ആ പേജ്. എന്താ ഡിസംബർ 18-ാം തീയതി ക്രിയേറ്റ് ചെയ്ത പേജ്. അപ്പോൾ അത് എഡിറ്റ് കൊടുക്കണം. ഈ പേജിനകത്ത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ഇതാണ്ട് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിനകത്ത് നമ്മളത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ സേവ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഡെലിവറി കെയറിൻ്റെ പേജിനകത്ത് എന്താ ആഡ് ചെയ്ത് കഴിഞ്ഞു? സ്കീമ മാർക്കപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞു. FAQ-അനുസരിച്ചുള്ള സ്കീമ മാർക്കപ്പാണ് നമ്മൾ ആഡ് ചെയ്തത്. ആ പേജ് സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് FAQ പേജിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇത്രയും മാർക്കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് സ്കീമ മാർക്കപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു പേജിന് നമുക്ക് ഗൂഗിളിനകത്ത് ഇൻഡെക്സ് ചെയ്യാൻ സബ്മിറ്റ് ചെയ്യുന്നത് വഴി ബെറ്റർ ആയിട്ട് ആ പേജിൻ്റെ പെർഫോമൻസ് മാറാം. ക്വസ്റ്റ്യൻസ് അനുസരിച്ച് അതിനകത്ത് ഡിസ്കഷൻസ് നടത്തുന്നതനുസരിച്ച് ആൾക്കാർ ഈ ക്വസ്റ്റ്യൻസ്. അപ്പം ഇങ്ങനത്തെ പേജ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പേജിനെ കോപ്പി ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാഹയുടെ സെർച്ച് കൺസോളിനകത്ത് വന്നിട്ട് ഇവിടെ റാഹയുടെ പ്രോപ്പർട്ടി എടുക്കുക. റാഹ ആയുർവേദ.com പ്രോപ്പർട്ടി എടുക്കുക. അതിനകത്ത് വന്നിട്ട് URL ഇൻസ്പെക്ഷൻ ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യും? നമ്മൾ പേജിനെ ചെക്ക് ചെയ്തിട്ട് URL ഈസ് നോട്ട് ഓൺ ഗൂഗിൾ എന്നാണ് കാണിക്കുന്നത്. പുതിയ പേജാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ടെസ്റ്റ് ലൈവ് URL കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യും? പേജിനെ ഗൂഗിൾ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ URL ഈസ് അവൈലബിൾ ടു ഗൂഗിൾ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂ ടെസ്റ്റഡ് പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേജിൻ്റെ ടെസ്റ്റ് ചെയ്ത വെർഷനൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ നമുക്ക് HTML എടുത്ത് നോക്കാം. ഉണ്ടാവും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത മെറ്റാ ടാഗുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ലിങ്ക് റിയലിസ്റ്റിക് ഒരു സാധനം കിടപ്പുണ്ട്. പിന്നെ സ്കീമ മാർക്കപ്പ് കിടപ്പുണ്ട്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സെർച്ച് ഡേറ്റ കിടപ്പുണ്ട്. കണ്ടോ, നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത ക്വസ്റ്റ്യൻസ് കണ്ടോ, ക്വസ്റ്റ്യനും ആൻസേഴ്സും എല്ലാം ഇതിനകത്ത് ഗൂഗിൾ ക്രോൾ ചെയ്തിട്ടുണ്ട്. ക്രോൾ ചെയ്ത ടെസ്റ്റ് ചെയ്ത പേജിനെയാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. പേജിൻ്റെ സ്ക്രീൻഷോട്ട്, അതിൻ്റെ കണ്ടന്റിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ നമുക്ക് എടുക്കാം. ഇനി മോർ ഇൻഫോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് പേജ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിക്വസ്റ്റ് ഇൻഡെക്സിങ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു പേജിനകത്ത് FAQ അഥവാ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിനെ പറ്റിയുള്ള സ്കീമ മാർക്കപ്പ് ആഡ് ചെയ്യണതാണ് ഇപ്പം ഞാൻ കാണിച്ചത്. അപ്പം ഇൻഡെക്സ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? അപ്പോൾ അതിന് ഗൂഗിൾ ക്രോൾ ചെയ്ത് നമ്മളിപ്പോൾ മോഡിഫിക്കേഷൻ വരുത്തിയതിനനുസരിച്ചുള്ള രീതിയിൽ അത് ഇൻഡെക്സ് ചെയ്തുകൊള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് ആ പേജ്. പോസ്റ്റ് ഡെലിവറി മദർ കെയർ FAQ എന്നുള്ള പേജ്, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് പേജാണ്. ഇതുപോലെ FAQ പേജ് നമ്മൾ റെഡിയാക്കുന്ന FAQ പേജുകളൊക്കെ നമുക്ക് ഇതുപോലെ ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്കീമ മാർക്കപ്പ് ഒക്കെ കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. ഇനി റാഹ ആയുർവേദയ്ക്കകത്ത് നമുക്ക് സ്ലിമ്മിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൻ്റെയും സ്ലിമ്മിങ് പ്രോഗ്രാം, വെയിറ്റ് ലോസ് പ്രോഗ്രാം അല്ല, ആയുർവേദ വെയിറ്റ് ലോസ് പ്രോഗ്രാം സബ് പേജ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം സ്ലിമ്മിങ് പ്രോഗ്രാമിൻ്റെ സബ് പേജ് ആയിട്ടാണ് ആയുർവേദ വെയിറ്റ് ലോസ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിനൊന്ന് ആ പേജിന് പർട്ടിക്കുലറായിട്ട് ഈ റാങ്കിനകത്തൊന്ന് അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 64 ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഫിക്സ് നോക്കാം. ഹെഡിങ് ഹെഡ്ലൈനകത്ത് ഒരു H1 മിസ്സിംഗ് ആണ്. H1 കൊടുക്കുകയാണ്. ലാംഗ്വേജ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇംഗ്ലീഷുകാരെന്ന് വേറെ കൊടുത്തിട്ട് URL സോൾവ് ചെയ്യാനുണ്ട്. എന്താണ് URL റിസോൾവ് എന്നറിയാലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പേജ് ഓപ്പൺ ആകുമ്പോൾ www വെർഷനും .www വെർഷനും സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെബ്സൈറ്റിനെ സംബന്ധിച്ചോളം ഒരു ഡിഫക്റ്റാണ്. അതാണ് അവിടെ ഡിഫക്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പം ഇതിനകത്ത് ട്വിറ്റർ കാർഡ് ഇതൊക്കെ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്. സ്കീമ മാർക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് OG ഓപ്പൺ ഗ്രാഫ് പഠിക്കുന്നുണ്ടാവും. അതിനകത്ത് അത് നമ്മൾ ആഡ് ചെയ്ത് കാണിച്ചത് ഇമേജ് ഒപ്റ്റിമൈസേഷൻ ഒക്കെ നമുക്ക് ഇനി പഠിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കിന്ന് തൽക്കാലം അറ്റൻഡൻസിലേക്ക് കിടക്കാം. നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി.